അപ്പോൾ ഗൈസ് ആമിക്കുട്ടി പറഞ്ഞതുപോലെ ഞങ്ങളൊരു ടാറ്റ പോവാണേ. ഞങ്ങളുടെ ഈ യാത്ര താമിനിഘട്ടിലേക്കാണ്. ഇവിടെ നിന്ന് 49 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. രാവിലെ തന്നെ ഇറങ്ങണമെന്നൊക്കെ കരുതിയതാണ്. കാര്യം ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയയൊന്നുമില്ല. അവിടെ ചെന്നിട്ട് വേണം എന്താണെന്നൊക്കെ അറിയാനായിട്ട്. പക്ഷെ രാവിലെ ഇറങ്ങണമെന്നുള്ള പ്ലാനൊന്നും നടന്നില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 12:30 ആയി. ആ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. 20 കിലോമീറ്ററോളമൊക്കെ ആയപ്പോൾ കരുതി ഇനി ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കി യാത്രയെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. കണ്ടില്ലേ, ആമിക്കുട്ടി മെനു കാർഡൊക്കെ ആർക്കും തരാതെ എടുത്തു വെച്ച് നോക്കുകയാണ്. നോക്കുന്ന ഭാവമൊക്കെ കണ്ടാൽ തോന്നി എന്തൊക്കെയോ ഒന്ന് വായിച്ച് തകർക്കുകയാണെന്ന്. ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ലൊക്കേഷനിലെത്തി. ഇതാണ് താമിനിഘട്ടെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. കൂടുതൽ വിശദാംശങ്ങളൊന്നും തിരയാനായിട്ടാണെങ്കിൽ നെറ്റ്വർക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. ദൂരം ഇത്രയും താണ്ടി വന്നിട്ട് ഇത്രയേ ഉള്ളോ എന്ന ചെറിയൊരു നിരാശയും അതിലുപരി കിട്ടിയതിൽ സംതൃപ്തിപ്പെടണമല്ലോ എന്നുള്ളൊരു ചിന്തയും കൊണ്ട് ഏകദേശം 2 മണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്നവരോടെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാം എന്നുള്ള ചിന്തയും ഞങ്ങൾക്കില്ലാതായി. ചെന്ന ഉടനെ തന്നെ കല്ലെറിയൽ പരിപാടി തുടങ്ങി. വെറുതെ ഇരുന്ന് കല്ലെറിയല്ല, കണ്ടില്ലേ ബൗൺസ് ചെയ്ത് പോയത്. ഒരു കല്ലെറിയുമ്പോൾ ഇങ്ങനെ 4-5 പ്രാവശ്യം ബൗൺസ് ചെയ്ത് പോകണം. ആദിക്കുട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിമാണിത്. കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ അവൻ പഠിച്ചതാണ്. അതിനുശേഷം എവിടെ വെള്ളം കണ്ടാലും അടുത്തവൻ തിരയുന്നത് കല്ലിനെ ആയിരിക്കും. ദേ ആമിക്കുട്ടിയും തുടങ്ങി പരിപാടി. എന്തിനാ എറിയുന്നതെന്നൊന്നും അവൾക്കറിയില്ല, പക്ഷേ ചേട്ടൻ എറിഞ്ഞാൽ അവൾ എറിയും. ഇതാണ് താമിനിഘട്ട് എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോഴും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് തടാകം മാത്രമാണ്. ഇനിയും വിശാലമായി കിടക്കുന്നുണ്ട് ഇവിടെ താമിനിഘട്ട്. ഏകദേശം 15 കിലോമീറ്ററോളം. ഉണ്ണിയാണ് ഇരുന്ന് കല്ലെറിയാണ്. വളർന്നിട്ടും വളരാത്ത ഉണ്ണി. ഇതിനൊക്കെ ഒരു പ്രായം ഉണ്ടാടി. അത് ശരിയാണ്, ഇതിനൊന്നും പ്രായം ഒരു കാരണമേ അല്ല. ആസ്വദിക്കാൻ തയ്യാറായിട്ടൊരു മനസ്സുണ്ടെങ്കിൽ പ്രായമൊക്കെ മാറി നിൽക്കും. പശ്ചിമഘട്ട പർവ്വതനിരകളുടെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന താമിനിഘട്ട് വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും ഇടതൂർന്ന വനങ്ങളുമൊക്കെയായി പ്രകൃതിരമണീയമായ ഒരു കാഴ്ചയാണ് ഒരുക്കുന്നത്. അതിൽ കേവലം ഒരു തടാകം മാത്രമാണിത്. അവിടെ നിന്നും തിരിച്ചു കയറി ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈഫൈ കണക്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫോൺ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. ഇനിയും ഏകദേശം 10 കിലോമീറ്ററോളം പോയാൽ മാത്രമേ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ യാത്രയിൽ എന്തായാലും വെള്ളച്ചാട്ടം കാണൽ നടക്കില്ല. അതിനിയൊരിക്കലാകട്ടെ എന്ന് കരുതി. ഈ കുഞ്ഞുപുഴു തുള്ളിക്കളിക്കുന്നത് എന്തിനാണെന്നറിയോ? വെള്ളത്തിലിറങ്ങി കളിക്കാനായിട്ടാണ്. ഇത്രയും നേരം നിന്ന് കളിച്ചിട്ടൊന്നും മതിയായിട്ടില്ല. വെള്ളത്തിലങ്ങ് ഒത്തിരി ദൂരെ പോകണമെന്നാണ് പറയുന്നത്. ഒടുവിൽ അവളുടെ പിടിവാശി തന്നെ ജയിച്ചു. ഒരു കുഞ്ഞുടുപ്പും കുഞ്ഞു നിക്കറും ഒക്കെ ഇട്ട് എൻ്റെ കുഞ്ഞു പെണ്ണ് വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നീട് ഇവളെ ഈ വെള്ളത്തിൽ നിന്ന് തിരിച്ചു കയറ്റാനായിട്ട് ഈ സപ്പോർട്ട് ചെയ്ത അപ്പയ്ക്കോ അങ്കിളിനോ ആർക്കും പറ്റിയിട്ടില്ല. അതിന് ഞാൻ തന്നെ വേണ്ടി വന്നു. കരയ്ക്ക് കയറേണ്ട സിറ്റുവേഷൻ വന്നത് എപ്പോഴാണെന്നറിയോ? തിരികെ കയറി ഡ്രസ്സൊക്കെ മാറ്റി മടിയിലേക്കൊന്ന് ഇരുത്തേണ്ട താമസം. ദേ ആമിക്കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ താമിനിഘട്ട് കാണാൻ വന്ന ഞങ്ങൾ താമിനിഘട്ടിൻ്റെ അതിർവരമ്പിലെങ്ങോ വന്ന് നിന്നൊരു തടാകവും കണ്ടിട്ടതാ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലേക്ക്.